ഹലോ ഗൈസ്, ഇന്ന് രാത്രി 12 മണിക്ക് വേൾഡ് കപ്പിന്റെ ഫൈനൽ ആയതുകൊണ്ട് അങ്ങാടി ആരിസ്ഖാനെ ഞാൻ കണ്ടത്. കണ്ണൂരുള്ള നിങ്ങള് വേൾഡ് കപ്പിന്റെ ഫൈനലാണ് മലപ്പുറത്തെത്തിയില്ലേ? എന്താ വൈബ്. ഫൈനലിന്റെ മുന്നോടിയായിട്ട് നമ്മൾ നല്ലൊരു ചാർജ് സംഭവമാണ്. അങ്ങനെ ആരിസ്ഖാനും കൂട്ടിക്കാണ്ട് നമ്മൾ നേരെ ചട്ടിപ്പറമ്പ് പോയിക്കാണ്ട് നല്ലൊരു കാപ്പിയും നല്ലൊരു ലോഡഡ് ഫ്രൈസും കഴിച്ചു. അത് കഴിഞ്ഞാണ് മുജീബാഖാന്റെ വീട്ടിൽ പോയിക്കാണ്ട് നല്ലൊരു ഡിന്നറും. അത് കഴിഞ്ഞ് റഫിയാഖാന്റെ വീട്ടിൽ പോയിക്കാണ്ട് അവിടെ സ്ക്രീനും സെറ്റ് ആക്കി. അത് കഴിഞ്ഞാണ് ഞങ്ങൾ നേരെ അങ്ങാടിയിലെത്തി. വീട്ടിൽ പോയിക്കാണ്ട് ഫോണൊന്ന് ചാർജ് ചെയ്ത് കണ്ണൊന്നും ജിമ്മിയോ പറയാതെ ഇറങ്ങിപ്പോയി. ഞാൻ വന്ന് നോക്കുമ്പോൾ അങ്ങാടി നിറച്ച ആൾക്കാർ. നമ്മൾ ഉറക്കിപ്പിച്ചെന്ന് നീച്ചപ്പോൾ ഇതിന് കളിയൊക്കെ തുടങ്ങിക്കണം. ആർക്കും വലിയ ആവശ്യമൊന്നുമില്ല. സംഭവം എന്താ വെച്ചാൽ സ്കോർ 0-0 ആണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആദ്യ പകുതി പിന്നിട്ട് സ്കോർ ആണെങ്കിലോ 0-0. ആദ്യ പകുതി പിന്നിട്ട് ബോളും നേടാതെ ഇനിയാണ് കളി. അർജന്റീന തോൽക്കും. കളി കണ്ടിട്ട് നമ്മൾ അർജന്റീന കപ്പ് ടീം പറയുന്നല്ലോ. നമ്മൾ ഒരു ഗോൾ കണ്ടോ തീരും. നമ്മള് അർജന്റീനക്ക് വേണ്ട 1000 പാസ് വന്നത് കാര്യം. 100 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്കോർ എന്താ പാസ് ചെയ്ത് നമ്മൾ ജയിക്കാളെ പൊട്ടിക്കല. ഫാസി 2 പടക്കാണ് പൊട്ടിച്ചിട്ടുള്ളത്. 2-0 ജയിച്ചു എന്നാണ് ഫാസി പറയേണ്ടത്. അർജന്റീന അങ്ങനെയായിട്ടുള്ള അമ്പറാക്കൊക്കെ എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും സ്പെയിൻ ജയിച്ചിരിക്കും. ഞാൻ ഹാഫ് ടൈം വരെ കണ്ടിട്ടില്ല. ഹാഫ് ടൈം വരെ ഉറങ്ങി. അങ്ങനെ കളിയുടെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ആവേശകരമായ കാണികളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ ചങ്ങായിമാരെ നിങ്ങളോട് പറയാൻ. കളിയുടെ രണ്ടാം പകുതിയിൽ കനത്ത യുദ്ധം എന്ന് പറഞ്ഞ അജാതി യുദ്ധം. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആൾക്കാരെല്ലാവരും കൂടി തൊള്ളത്തല്ല് ചെല്ലുമ്പോൾ ഗ്രൗണ്ടിൽ കയ്യാങ്കളിയും കാൽപന്ത് കളിയും ഒരേ സമയം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിലും കാണികൾ ശ്വാസം അടക്കി പിടിച്ചാണ് കളി മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവേശകരമായ കനത്ത കാൽപന്ത് കളിയുടെ കടുത്ത പോരാട്ടത്തിലും സ്കോർ നിലനിൽക്കുന്നത് 0-0. കാണികളെ മൊത്തം മുൾമുലയിൽ നിർത്തിക്കൊണ്ട് 90 മിനിറ്റ് അവസാനിക്കുമ്പോൾ അപ്പോഴും സ്കോർ 0-0. അങ്ങനെ ആവേശകരമായ ഒരു ബ്രേക്കിന് ശേഷം കളി വീണ്ടും എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുകയാണ്. അങ്ങനെ എക്സ്ട്രാ ടൈമിലും സ്പെയിനിന്റെ കടുത്ത അറ്റാക്ക് അർജന്റീനക്കെതിരായി തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ സ്പെയിൻ തൊടുത്തുവിട്ട കാൽപന്ത് അർജന്റീന വലകളെ പ്രകമ്പനം കൊള്ളിച്ചു. അങ്ങനെ കളിയുടെ അവസാനത്തിൽ എക്സ്ട്രാ ടൈമിൽ എതിരില്ലാത്തൊരു ഗോളിന് അർജന്റീനക്കെതിരെ സ്പെയിൻ വിജയിച്ചിരിക്കുന്നു. അർജന്റീന തോൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടം ടീമുകളുടെ ആൾക്കാർ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ അർജന്റീന ആരാധകരുടെ കണ്ണ് നിറഞ്ഞിരുന്നു. സ്വന്തം ടീം തോറ്റാലും ആഹ്ലാദ പ്രകടനം നടത്തുന്ന ആൾക്കാരുണ്ട്. പിന്നീട് അങ്ങോട്ട് നമ്മളങ്ങാടിയിൽ സകല കലാപരിപാടികൾക്കൊണ്ട് അരങ്ങേറ്റം കുറിച്ചു. അങ്ങനെ ആരാധകരുടെ മനം നിറച്ചു, മിഷയുടെ കണ്ണ് നിറഞ്ഞു. 2006 ലോകകപ്പിൽ സ്പെയിൻ മുത്തമിട്ടു. അങ്ങനെ ഈ ഒരു ഗാനത്തോടു കൂടി ഈ വർഷത്തെ വേൾഡ് കപ്പിലെ ആവശ്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം.